ഇന്ന് ഷഷ്ഠിയും കാർത്തികയും ഒന്നിച്ചു വന്നപ്പോൾ മുരുകഭഗവാന് ചെയ്ത പൂജയാണ്. ആദ്യം തന്നെ ഗണേശ ഭഗവാന് മുല്ലപ്പൂവൊക്കെ ചാർത്തി ഭഗവാന് ദീപധൂപാരതിയൊക്കെ കാണിച്ചു. അതിനുശേഷം ആ കൂടത്തിൽ നമ്മുടെ കുലദൈവത്തെയാണ് വെച്ചിരിക്കുന്നത്. കുലദൈവത്തിനും അതുപോലെ തന്നെ പൂവൊക്കെ വെച്ചു, മഞ്ഞൾ കുങ്കുമമൊക്കെ വെച്ചു. കുലദൈവത്തെയും പ്രാർത്ഥിച്ച ശേഷം ഇവിടെ ഷൺമുഖന് മുൻപിൽ ഷഡ്കോണ ദീപം കൊളുത്തി നെയ്വിളക്കാണ് കത്തിച്ചത്. ശേഷം ഭഗവാനുള്ള നൈവേദ്യമാണിത്. 6 നൈവേദ്യങ്ങളാണ്. 6 നൈവേദ്യങ്ങളും ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച് ഭഗവാന്റെ ശരവണഭവ എന്ന ഷടാക്ഷര മന്ത്രം, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ മറ്റു മന്ത്രങ്ങളുമായി അങ്ങനെ 6 തവണ 6 മന്ത്രങ്ങൾ 6 പ്രാവശ്യം 6 36 തവണ ചൊല്ലി ഭഗവാന് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തു. ഓരോ പ്രാവശ്യവും 6 തവണ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ വരി വരിയായിട്ട് ലെമൺ റൈസ്, കേഡ് റൈസ്, പുളിയോധര, അതുപോലെ തന്നെ കൽക്കണ്ടം, പിന്നെ ഫ്രൂട്ട്സായിട്ട് ആപ്പിളും കറുത്തതും പച്ചയുമായിട്ടുള്ള മുന്തിരിങ്ങായുമാണ് ഭഗവാന് സമർപ്പിച്ചത്. പ്രാർത്ഥനയൊക്കെ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച് സ്കന്ദഷഷ്ഠി കവചവും വേൽമാറലും അതുപോലെ കന്ദർ അനുഭൂതിയും ഒക്കെ ചൊല്ലിയതിന് ശേഷം വീണ്ടും എല്ലാവർക്കും സാമ്പ്രാണി കൊണ്ട് ധൂപ ആരതി എടുത്തു. അതിനുശേഷം ദീപ ആരതി എടുത്തു. ദീപ ആരതിക്ക് ശേഷം നിവേദ്യം സമർപ്പിച്ചു. ശേഷം നമ്മൾ കർപ്പൂര ആരതി എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ തൈമാസത്തിലെ, അതായത് മകരമാസത്തിലെ കാർത്തിക മുതൽ 6 മാസം അടുപ്പിച്ച് കാർത്തികയിൽ വ്രതമെടുത്ത് ഭഗവാന് പൂജ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ഞാനിവിടെ താഴെ കൊടുത്തേക്കാം.